രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പെന്തക്കോസ്റ്റ് ലിബറൽ ആയതുകൊണ്ടാണോ യു എസിൽ ലിബറൽ ആകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. യു എസ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രിയാണ്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ അയാൾക്ക് റൈറ്റ് ഉണ്ട്. ആ ഒരു കുട്ടിക്ക് അതൊരു സ്റ്റേറ്റിൻ്റെ, നമ്മുടെ ഇവിടുത്തെ പേരൻറ്റിങ് അവിടുത്തെ പേരൻറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ പേരൻസ് എന്ന് പറയുമ്പോഴത്തേന് ദേ ഷോ എ സെൻസ് ഓഫ് അതോറിറ്റി ഓവർ എസ്. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഗൈഡിങ് അത് മാത്രമാണ് പേരൻസിന് കുട്ടികളുടെ മേലുള്ള അവകാശം. 18 വയസ്സായി കഴിഞ്ഞാൽ സ്വതന്ത്ര പൗരനാണ്, ഫുൾ സ്വാതന്ത്ര്യം പുള്ളിക്കാണ്. അപ്പോൾ ആ ഒരു പ്രായം വരെ അവരെ ഗൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ പേരൻസിനുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു സൊസൈറ്റിയും ആൾക്കാരും വർക്കാകുന്നത്. ആ ഒരു സൊസൈറ്റിയിലേക്ക് അവിടുത്തെ പെന്തക്കോസ്റ്റിൽ എക്സ്ട്രീമായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒട്ടും കാലം നോക്കിയാൽ മതി, നമ്മുടെ ഇവിടുന്ന് ഫസ്റ്റ് ജനറേഷൻ പോകുന്ന യു എസ് സിറ്റിസൺസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ജനിച്ചു വളർന്ന് ഒരു 10-30 വയസ്സായതിനു ശേഷം അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നവരായിരിക്കും അവിടുത്തെ എക്സ്ട്രീമായിട്ടുള്ള പെന്തക്കോസ്റ്റൽസ്. പിന്നെ ഇവരെന്തുകൊണ്ട് അവിടെ ലിബറലാകുന്നു? അവിടെ ലിബറലാകാതിരിക്കാൻ ഇവർക്ക് കഴിയത്തില്ല. കാരണം ഈ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരുടെ മക്കൾ ആയി കഴിയുമ്പോഴത്തേന് അവർ ആ സൊസൈറ്റിയിലാണ് ജനിച്ചു വളരുന്നത്. അവരവിടുത്തെ ഫ്രീഡം, സിറ്റിസൺ റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്സ് എല്ലാം അറിയാവുന്ന കുട്ടികൾക്ക് ഈ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്ന സാധനം അത്ര വർക്കാവത്തില്ല. കാരണം അവർ ഓപ്പൺ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഐസൊലേറ്റഡ് അല്ല. ഇഷ്ടംപോലെ അറിവുകൾ അവരിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ത്രൂ സ്കൂൾ, ഇൻ്റർനെറ്റ്, ഇത് എല്ലാത്തിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള സെക്കൻഡ് ജനറേഷൻ യു എസ് മലയാളികൾ അങ്ങനെയുള്ളവരെ നേരെ തിരിയാൻ തുടങ്ങും. കാരണം ഇവിടുത്തെ കൺസർവേറ്റീവ്സും കാണുമ്പോഴത്തേനും അവർക്ക് ഇതിൽ നിൽക്കാൻ യാതൊരുവിധ താല്പര്യവും കാണത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് അഡാപ്റ്റ് ആയില്ലെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസികളുടെ എണ്ണം കുറയും. എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സഭയിലേക്ക് കിട്ടുന്ന കാശ് കുറയും. അതുകൊണ്ട് ലിബറൽ ആയേ കഴിയും. അതുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് ലിബറൽ ആകുന്നത്. ലിബറലിസം സ്വമേധയാ കൊണ്ടുവന്ന സാധനമല്ല. they don't have any choice or else they will get extinct. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ വിശ്വാസികൾ മിക്കവാറും വരുന്നത് ശ്രദ്ധിച്ചാൽ മതി, കമൻറ്റുകൾ ഇമാതിരി വളച്ചൊടിച്ച് തിരിച്ച് വെളുപ്പിക്കാൻ നോക്കുക. ആ പരിപാടി നടക്കത്തില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.